ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശിവൻ എല്ലാ കാര്യങ്ങളും വൈജയന്തിയോട് തുറന്നു പറയാണ്. ബ്രിജിത്താമ്മ വന്നിട്ട് കുഞ്ഞിരാമ മേനോനെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് അലീനനെ ബാലേന്ദ്രൻ സ്വീകരിക്കാൻ തയ്യാറായത്. വേലക്കാരിയല്ല അവള്, ബാലേന്ദ്രൻ്റെ മകള് തന്നെയാണെന്ന് അലീന നമ്മളെ വൈജയന്തിയോട് തുറന്നു പറയാണ്. ഇത് കേട്ടിട്ട് ആകെ ഞെട്ടിത്തെറിച്ച് പോവുകയാണ്. ശിവേട്ടൻ എന്തൊക്കെയാണ് പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ സത്യം തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഗൾഫിലായിരുന്ന സമയത്ത് അവന് വേറൊരു സ്ത്രീയിലുണ്ടായ കുട്ടിയാണ് അലീന എന്ന് പറയാണ്. അങ്ങനെ വൈജയന്തി ആകെ സങ്കടപ്പെടുകയാണ്. ഈ വിവരം മുത്തശ്ശിയോട് വൈജയന്തി ചെന്ന് പറയാണ്. അപ്പോൾ വൈജയന്തി പറയാണ്, അവൻ നമ്മളെ ഇത്രയും നാളായിട്ട് ചതിക്കുകയായിരുന്നല്ലോ മോളെ, ഇനി എങ്ങനെ മോള് അവൻ്റെ കൂടെ ആ ചതിയൻ്റെ കൂടെ ജീവിക്കുന്നൊക്കെ മുത്തശ്ശി ഇങ്ങനെ വൈജയന്തിയോട് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ വൈജയന്തിക്ക് അതിനൊന്നും മറുപടി ഇല്ല. പക്ഷെ എന്തായാലും വൈജയന്തി ആകെ സങ്കടത്തോടു കൂടി തന്നെ തിരികെ കടപ്പാട്ടൂർക്ക് എത്തുകയാണ് കേട്ടോ. അപ്പോൾ വൈജയന്തി രണ്ടും കൽപ്പിച്ചാണ് ചെന്നിട്ടുള്ളത്. ഒരു തീരുമാനം എടുക്കുന്നുള്ള നിലയിലാണ് കേട്ടോ പോയിട്ടുള്ളത്. അങ്ങനെ അലീനയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് അലീനോട് കുറേ വിവരങ്ങളൊക്കെ ചോദിക്കുകയാണ്. നിനക്ക് അച്ഛനില്ല, അമ്മയില്ല, ആരാണെന്ന് അറിയില്ല എന്നൊക്കെയല്ലേ പറഞ്ഞത്, പിന്നെ ഇപ്പം എങ്ങനെ അറിഞ്ഞു എന്നൊക്കെ ചോദിക്കുന്നു. നിൻ്റെ അച്ഛൻ ബാലേന്ദ്രനാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ബാലേന്ദ്രൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണോ, നീ ബാലേന്ദ്രൻ്റെ മകളാണെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ എല്ലാതും അച്ഛനെ അറിയുള്ളൂ, അച്ഛനോട് ചോദിച്ചാൽ മതി എന്നൊക്കെ തന്നെയാണ് കേട്ടോ നമ്മൾ അലീന പറയുന്നത്. അലീനോട് പറയുന്നുണ്ട് വൈജയന്തി, എന്തായാലും നീയും ഞാനും കൂടി ഈ വീട്ടിലൊത്തു പോകൂല, നീ അല്ലെങ്കിൽ ഞാൻ, രണ്ടിലാരെങ്കിലും ഒരാൾ മാത്രമേ ഈ വീട്ടിലുണ്ടാവുള്ളൂ എന്ന് അവസാന വാക്ക് പറഞ്ഞിട്ട് വൈജയന്തി പോവുകയാണ്. ഇതേ സമയം അലീന ചെന്ന് ബാലേന്ദ്രനോട് പറയുന്നുണ്ട്, മേഡം ഇനി എന്തായാലും ഈ വീട്ടിൽ നിൽക്കാൻ സാധ്യതയില്ല എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, സാറില്ല, അവൾ എന്നോട് ചെയ്ത ചതി, എന്നോട് ചെയ്ത വഞ്ചനയ്ക്കൊക്കെ അവൾ അനുഭവിക്കണം എന്ന് തന്നെ പറയാണ്. അപ്പോൾ ഇത്രയാണ് പ്രമോല് കാണിച്ചിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.